ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് ഒരു ഫീലിങ്സിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ട് ഇരിക്കുന്നത് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് റെസൊനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും താമസിക്കാതെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. റീഡിങ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിലോ അതല്ലെങ്കിൽ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോസിറ്റീവായിട്ടുണ്ടായിരുന്ന സമയം ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കാർഡ് വന്നിട്ടുണ്ട്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫസ്റ്റ് 4 കാർഡ് എടുത്തിട്ട് അതിനുശേഷം ക്ലാരിറ്റിക്ക് വേണ്ടി രണ്ടാമത്തെ കാർഡ് എടുക്കാം. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 4 കാർഡുകൾ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് എഗ് ഓഫ് വാൻസ്, സെക്കൻഡ് കാർഡ് 3 ഓഫ് സോഡ്സ്, ഫോർത്ത് കാർഡ് 9 ഓഫ് വാൻസ്, ഫോർത്ത് കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ തിരിച്ചു വരുമെന്ന് വരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അവർ തിരിച്ചു വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് അവരുടെ ഒരു ഈഗോ സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അവരുടെ ഈഗോ അവരെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ കൂടാതെ ഈ വ്യക്തിക്ക് പല ഓപ്ഷനുകളുണ്ട്. ഈ വ്യക്തിക്ക് ഒത്തിരി ഓപ്ഷനുകളുണ്ട്, അവരുടെ മുന്നിൽ പല ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിരഞ്ഞെടുക്കാനും പല ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട് തന്നെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഇല്ല. ഇൻ കേസ് ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ചിന്ത വരുമ്പോൾ അവരതിനെ മാറ്റി വിടുകയാണ്. അതായത് അവരുടെ ഒരു പ്രസൻറ്റ് എനർജിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. പ്രസൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നടന്ന ഒരു എനർജി, അതായത് നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന ഒരു എനർജിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്തൊക്കെ വളരെ സ്നേഹത്തിലൊക്കെ ആയിരുന്നായിരിക്കാം. അങ്ങനെ കുറച്ച് നമ്മളൊന്ന് ഈ വ്യക്തിക്ക് അങ്ങനെയാണ്, പല കാര്യങ്ങളിലും ഇവർ വന്നു പെടും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും അവർ വന്നു പെടുന്നു. അതിനുശേഷം ഭയങ്കര അവർ 100% കൊടുത്ത് തിളങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കും. അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എങ്ങനെ ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് അവർക്കറിയില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അങ്ങനെ ഇൻ കേസ് അവരിത് പ്രയോജനപ്പെടുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ഒരു സക്സസ്സിലേക്ക് എത്തി അത് നല്ല രീതിയിൽ സക്സസ് ആഘോഷിക്കാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ എത്താനും നിങ്ങളെ സ്നേഹിക്കാനും എല്ലാം ഓക്കെ, പക്ഷേ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെന്ത് കാര്യത്തിലായാലും. അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവർക്ക് വന്ന് കൂടിയിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ. അവർ വിചാരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരു 100% ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല. 100% ഞാൻ കൊടുത്താൽ കൂടി എനിക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടത് ഒരു എനർജി. ഇനി നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ഒരു ഇവരുടെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളോട്
ഇപ്പോൾ എന്താണ് അവരുടെ പ്രസൻറ്റ് നിങ്ങളോടുള്ള ഒരു എനർജി. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങളങ്ങനെ സെപ്പറേഷനിൽ പോയിട്ടുള്ളവരായിരിക്കാം. പല കോൺഫ്ലിക്റ്റുകളും വന്നിട്ട് നിങ്ങളങ്ങനെ സെപ്പറേഷനിൽ പോയിട്ടാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു, എന്നാലും ഇതെന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നവരും ഉണ്ടാകാം ഈ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവരാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റക്കിളാണ്. മോർ നോക്കാം നമുക്ക്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കുക. ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്? അപ്പം ഈ 3 കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാലചക്രം തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പല പല പ്രോസസ്സിങ്ങിലൂടെയൊക്കെ ലൈഫിലെ പല പല കാര്യങ്ങൾ നേരിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് കണക്ഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു പാസ്റ്റ് കണക്ഷൻ കാരണം ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തകൾ വരുമ്പോൾ അവർ അതിനെ മാറ്റിവിടുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ മാറ്റിവിടാൻ പോലും അവർക്ക് പറ്റാത്തൊരവസ്ഥയിലാണെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവർക്ക് അതായത് ഇത് കാലചക്രം തിരിയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് വേണമെന്ന് ഇപ്പോൾ അവർ വിചാരിക്കുകയാണ്. പക്ഷേ അതൊരു സീക്രട്ടായിട്ട് വെക്കണം എന്നാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഓപ്പൺ ആക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സുകൊണ്ട് ഒരു മാരേജ് നിങ്ങളുമായിട്ട് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യമൊക്കെ ഒട്ടും തന്നെ ഒരു സീരിയസ് ആയിട്ട് ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പല കാര്യങ്ങളും വന്ന്, അതായത് അവരുടെ ഒരു ലൈഫിൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ വിശകലനം ചെയ്യുമല്ലോ. ഇങ്ങനെ 100% കൊടുത്തിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ അവരുടെ ലൈഫിൽ വന്ന് ഘട്ടമായി വന്നു പോയ കാര്യങ്ങളെല്ലാം അവർ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കും അവർ വിശകലനം ചെയ്ത് നോക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു സമയത്ത് അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിവാക്കി പോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി തന്നെ ചിന്തിക്കുകയാണ്, അതായത് ഈ വ്യക്തിക്ക് ശരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു അഡിക്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് എന്ന് പോലും ഈ വ്യക്തിക്ക് ആക്ച്വലി മനസ്സിലാകുന്നില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി തന്നെ പലപ്പോഴും ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് പോലും പല സമയത്തും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പെൻറ്റക്കിൾസ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പല സമയത്തും ഇങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നു. കാരണം അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു മാരേജ് അങ്ങനെയൊക്കെ വന്ന്, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ സെപ്പറേഷനൊക്കെ മാറിയിട്ട് ഒരു സ്മൂത്ത് ഗോയിങ്ങിലേക്കൊക്കെ വരാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈഗോ ഉള്ളത് കൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു രഹസ്യമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായി പോകാൻ ഇവർ ആഗ്രഹിക്കുന്നു. പിന്നീട് അത് പരസ്യമാക്കാനുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങളുടെ പ്രൈവസി വരെ ഇവർ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പോൾ പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതുവഴി ഉണ്ടാകാനായിട്ട്, അതായത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ നിയന്ത്രണം. ഇനി നിങ്ങൾ എന്തായാലും ഒരു സെപ്പറേഷനൊക്കെ മാറി സ്മൂത്ത് ഗോയിങ്ങിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഒരു പ്രൈവസിയിൽ വരെ ഇവർ കൈകടത്താനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും ഇടപഴകുന്നതുമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതേ തുടർന്ന് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും അവർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയില്ല. അതുപോലെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങളും ഒരിക്കലും ആ വ്യക്തിയെ ഒഴിവാക്കി പോകാൻ കഴിയില്ല. കാരണം ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സെപ്പറേഷനിൽ പോലും നിങ്ങളുടെ വ്യക്തിയുടെ അമിതമായ സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്ട്രീം പോസസീവ്നെസ് കൊണ്ടാകാം. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരോട് മിണ്ടരുത്, ഇവരോട് സംസാരിക്കരുത്, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് പ്രതികരിച്ചത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാകാം ഈ ഒരു സെപ്പറേഷൻ വരെ വിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സെപ്പറേഷനോട് കൂടി എയ്റ്റ് ഓഫ് സോർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സെപ്പറേഷനോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടായി, ഞാൻ ഇനി ഇതിൻ്റെ പുറകിലൊന്നും പോകാൻ തീരുമാനിക്കുന്നില്ല, എനിക്കിതൊന്നും ഇനി ഇങ്ങനെ നടക്കാൻ എന്നെക്കൊണ്ട് വയ്യ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ച് ഇത് പോവുകയാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ അവസാനിച്ചു, ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല, എങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയായിരിക്കാം.
പക്ഷേ ഓക്കെ, നിങ്ങളങ്ങനെ തന്നെ ഇരുന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി. ഗോ വിത്ത് ദ ഫ്ലോ എന്നതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും താനെ അങ്ങ് ഇല്ലാതായി വീണ്ടും നിങ്ങൾ ആ പഴയ അതേ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാറ്റസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുമെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഗോ വിത്ത് ഫ്ലോ. പിന്നെ നിങ്ങളായിട്ടൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ ന്യായീകരിക്കാനോ ഇതിനൊന്നും വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ബാലൻസിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മെസ്സേജ്: യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ദൈവം തന്നിരിക്കുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സമ്മാനമാണ് നീ എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്, കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നറിയാനായിട്ട് നിങ്ങൾക്കൊരാഗ്രഹം കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് കാർഡ് ഐ നെവർ ടോൾഡ് എബൌട്ട് മൈ പ്രോബ്ലംസ്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യക്തിക്ക് ഭയങ്കര ഈഗോ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലംസും നിങ്ങളുമായിട്ട്, അവർക്ക് ഇഷ്ടംമാതിരി പ്രോബ്ലംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ പ്രോബ്ലംസ് ഒന്നും നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു നല്ല സ്റ്റാറ്റസിൽ ഒരു ബാലൻസിൽ വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതായിരിക്കാം അവരിപ്പോൾ നിങ്ങളോട് ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തേർഡ് മെസ്സേജ്: ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ട്രൈഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഞാനിപ്പോൾ നിങ്ങളെ, അപ്പോൾ ശരിയാണ്, നിങ്ങൾ തമ്മിൽ പല കോൺഫ്ലിക്റ്റുകളും ഉണ്ടായിരുന്നു. നിങ്ങൾ വഴക്കുണ്ടാക്കാൻ മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആദ്യം കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ റിലേഷൻഷിപ്പ് ഗോയിങ് ഓൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ പറയുകയാണ്, ഐ ലവ് യു, ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ ഒരിക്കലും നീയുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊരു സമയം കണ്ടെത്താനായിട്ട് ഞാൻ ഒരിക്കലും ട്രൈ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് എന്ന് ആ വ്യക്തി പറയാം. ഞാനത് മനസ്സിലാക്കുന്നു എന്നും കൂടി ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. അല്ലാതെ ഒരു റൊമാൻസ് നിങ്ങളോട് തോന്നുകയാണ് ഈ സമയത്ത്. ഐ വാണ്ട് ടു സീ യു. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഞാൻ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ആൻഡ് നൈറ്റ്, രാത്രിയിലും പകലും എല്ലാം ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് നിങ്ങളോട് പറയുകയാണ് ഈ വ്യക്തി. അതുകൊണ്ടാണ് നമുക്ക് 2 കാർഡും കൂടെ എടുത്ത് നോക്കാം. ഐ ലവ് യു ബിക്കോസ് ദെയർ ആർ കൗണ്ട്ലെസ് മോർ റീസൺസ് ടു ലവ് യു. അവർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. കാരണം ഒത്തിരി കൗണ്ട്ലെസ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും റീസൺസ് ഉണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട്. അത്രയും കാരണങ്ങളുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഓക്കെ, ഐ ലവ് യു ബിക്കോസ് ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. വ്യക്തി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്നേഹം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിലൂടെയാണ്. നിങ്ങളെ സ്നേഹിച്ചപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു എങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.